വാഴോട്ടുകോണം BJP കൗൺസിലർ സുഗതൻ കാപ്പ കേസിലകത്തായി. ഇയാൾക്കെതിരായിട്ട് കേസുണ്ടെന്നും കാപ്പ കേസ് പ്രതിയാണെന്നും അറിഞ്ഞിരുന്നില്ല എന്നാണ് തിരുവനന്തപുരം മേയർ BB രാജേഷ് പറഞ്ഞത്. ട്രിവാൻഡ്രം മേയറായി BB രാജേഷ് ഇവിടെ വരുന്ന സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ CPM കൗൺസിലർമാരുണ്ടായിരുന്ന കഴിഞ്ഞ 10-30 വർഷമായിട്ട് തിരുവനന്തപുരം നഗരം ഭരിച്ചിരുന്ന സ്ഥാനത്താണ് മേയറായി BB രാജേഷ് വന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോട് ഒപ്പം മത്സരിച്ച കൗൺസിലർമാർ പലരും അദ്ദേഹത്തിന് BJPയുടെ കൂറ് പ്രഖ്യാപിച്ച് അവരെല്ലാം മത്സരിച്ചു. അതുകൊണ്ടാണ് ഭരണമാറ്റം സാധിച്ചത് BB രാജേഷിന്. ഈ വാഴോട്ടുകോണം സുഗതൻ എന്ന കൗൺസിലറെ ഹിസ്റ്ററി പരിശോധിച്ചാൽ 2019 ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. അതിന് 2019 കേസുണ്ട്. 2023 ജൂലൈ 20 ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറി അവിടുത്തെ വാഹനവും വീടും ഒക്കെ ആക്രമിച്ച് നാശനഷ്ടപ്പെടുത്തി. അത് 2023 വീണ്ടും 2020 മറ്റൊരു കേസുണ്ടായി. ഒരാളോടുള്ള വൈരാഗ്യം കൊണ്ട് അയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ അയാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയെ ആ വീട്ടിൽ കയറി ആക്രമിച്ചു. അങ്ങനെ 2023 വീണ്ടും ഒരു കേസുണ്ടായി. അതിനുശേഷം 2 കാപ്പ കേസുകൾ ഇദ്ദേഹത്തിനെതിരായിട്ട് എടുത്തു. 2023 എടുത്തു, 2025 എടുത്തു. 2023 എടുത്ത കാപ്പ കേസിൽ 6 മാസം പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ടുകൊണ്ടായിരുന്നു. അതിനുശേഷം 2025 കാപ്പ കേസിലും 4 മാസം കഴിഞ്ഞപ്പോൾ ആൾ പുറത്തിറങ്ങി. 2 മാസത്തെ അവധി കിട്ടി. എന്തായാലും ആ കേസിലും പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് മടങ്ങിപ്പോയി. അപ്പോൾ 2 കാപ്പ കേസ് അങ്ങനെയായി. ഈ സമയത്താണ് ഈ കേസുകളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പം 2026 ഫെബ്രുവരി VK പ്രസാദിൻ്റെ MLA ആയിരുന്ന അയാളുടെ അവിടെ ഒരു ശിശു മന്ദിരത്തിന് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു വലിയ പ്രശ്നമുണ്ടായി. അപ്പോൾ ആ ഇഷ്യൂവിൽ അദ്ദേഹത്തിനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. വെള്ളക്കാട് ക്ഷേത്രോത്സവം വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ അവിടെ ഉത്സവ സമയത്ത് വലിയ സംഗീതം നിശ്ചയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ 2 സംഗീതപ്രേമികൾ 2 പേര് 2 പാട്ടുകൾ കൂടി പാടണം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു സ്റ്റേജിൽ. ഇതൊക്കെ അറിഞ്ഞ് ആ അമ്പലത്തിൻ്റെ അവിടെ വന്ന ഈ കാപ്പ കേസിലെ പ്രതി സുഗതൻ ആ 2 പേരൊന്ന് തെറ്റിദ്ധരിച്ച് വേറെ ഒരാളുടെ തലക്കിട്ടടിച്ച് അത് അറ്റംപ്റ്റ് ടു മർഡറായി. എല്ലാം തലക്കിട്ടാണ് കൊടുക്കുന്നത്. അതിനൊരു കേസെടുത്ത് ചെയ്തു. ആ കേസിന് തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യത്തിന് നോക്കി. വട്ടിയൂർക്കാവ് പോലീസാണ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹം ഒളിവിൽ പോയി. ജില്ലാ കോടതിയിൽ ജാമ്യം ലഭിച്ചില്ല. ഹൈക്കോടതി പോയി. ഹൈക്കോടതി പോയിട്ടും ജാമ്യം നിഷേധിച്ചു. ഈ ഒരു അവസരത്തിൽ അദ്ദേഹം ഒളിവിലാണ്. ഇടയ്ക്കിടയ്ക്ക് രഹസ്യമായിട്ട് വീട്ടിൽ വരും. ഈ വിവരം വട്ടിയൂർക്കാവ് പോലീസ് അറിഞ്ഞു. 3ാമത്തെ കാപ്പ കേസ് ഈ സംഭവത്തോടുകൂടി കാപ്പ കേസ് ചുമത്തി കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തു. കളക്ടർ അറസ്റ്റ് വാറണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച 8-ാം തീയതി തിങ്കളാഴ്ച പുറപ്പെടുവിച്ചിരുന്നു. ഇത് സുഗതൻ അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ്. ഈ സന്ദർഭത്തിൽ സുഗതൻ ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചതോടുകൂടി ഇനി സുപ്രീം കോടതി പോകാനേ ഒക്കുള്ളൂ. ഒളിവിലായി. രാത്രി വീട്ടിൽ വന്ന് പോകുന്നുള്ള വിവരം വട്ടിയൂർക്കാവ് SHOയ്ക്ക് ലഭിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു എന്നറിഞ്ഞപ്പം SHOയും പാർട്ടികളും വീട് വളഞ്ഞു. ആൾ വീട്ടിനകത്തുണ്ട്. സ്വാഭാവികമായി പോലീസിനോടും ആരോടും എതിരിടുന്ന സ്വഭാവം ആണ്. വലിയ ഇഷ്യൂ ആയി. പോലീസിനെ ആക്രമിച്ചു. SHO സംഘം വിട്ടുകൊടുത്തില്ല. കാപ്പ കേസിൻ്റെ വാറണ്ട് കയ്യിലുണ്ട്. അതുപോലെ തന്നെ അവരുടെ കേസിൽ അറ്റംപ്റ്റ് ടു മർഡർ കേസിനകത്തും പ്രതിയാണ്. ഏതായാലും വളരെ വയലൻ്റായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. അത് വലിയ ഇഷ്യൂ ആയി. അവരെ ആക്രമിച്ചെന്നും അവരെ ബലം പ്രയോഗിച്ച് തള്ളിയിട്ടെന്നും ഒക്കെ പറഞ്ഞുള്ള വാദഗതികളൊക്കെ വന്നു. പക്ഷേ കാപ്പ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം SHOയ്ക്കുണ്ട്.
പലരും തലക്കിട്ടാണ് അടിച്ചത്. ഈ കാപ്പ കേസ് എടുക്കാൻ തന്നെ കാരണം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസ് വളരെ സ്ട്രോങ് ആയിട്ട് SHO വട്ടിയൂർക്കാവും സംഘവും ആ വീട് വളഞ്ഞപ്പം അവർ എതിർപ്പിനെ വകവെക്കാതെ വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ തുടങ്ങി. ആ സമയത്ത് വട്ടിയൂർക്കാവ് SHO ആകാശത്തേക്ക് വെടിവെച്ചു. അത് നന്നായി, ആകാശത്തേക്ക് വെടി പോയുള്ളൂ. അല്ലെങ്കിൽ അക്രമം കൂടിക്കഴിഞ്ഞാൽ അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ആളാണ് സുഗതൻ. അതുകൊണ്ട് പിടിച്ചാൽ 3-4 പേര് പിടിച്ചാലൊന്നും നിൽക്കില്ല, വളരെ വയലൻ്റാണ്. ആ സന്ദർഭത്തിൽ ഒന്നെങ്കിൽ കാലിലെങ്ങാനും വെടിവെച്ച് വീഴ്ത്താനേ പറ്റുള്ളൂ. ഏതായാലും ആകാശത്തേക്ക് വെടിവെച്ചപ്പം ആ സുഗതനും ഭാര്യയും കുടുംബക്കാരെയൊക്കെ ഭയപ്പെട്ടിട്ടുണ്ടാകണം. കാരണം പോലീസ് വെടിവെച്ച് പിടിക്കുമെന്ന് തോന്നിയിട്ടുണ്ടാവണം. ഏതായാലും ബലം പ്രയോഗിച്ച് തന്നെ കീഴ്പ്പെടുത്തി അയാളെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം അസിസ്റ്റന്റ് കൻ്റോൺമെൻറ്റിൽ കൊണ്ടുവന്നു. ഇയാളെ കാപ്പ കേസിലെ വാറണ്ട് കയ്യിരുന്നുകൊണ്ട് നേരെ പൂജപ്പുര സെൻറ്ററിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ അടച്ചു. ഇനി ഇപ്പോഴത്തെ അറ്റംപ്റ്റ് മർഡർ കേസും പോലീസിനെ ആക്രമിച്ച കേസുമൊക്കെ ഉണ്ട്. നേരത്തെ 8-10 കേസുകളുണ്ട്. ഇപ്പം 2-3 കേസ് കൂടെ വന്നു കഴിഞ്ഞു. ഇനി 6 മാസം അവിടെ കിടക്കും. അതിൽ കൺസെഷൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പോലീസ് ഇനി ആക്രമിച്ചതിന് കേസുണ്ട്. അതുപോലെ തന്നെ അറ്റംപ്റ്റ് മർഡർ നേരത്തെ ഒരാളുടെ തലക്കടിച്ചതിനാണ് ഒളിവിൽ പോയ ആ കേസിനകത്ത് അറസ്റ്റ് റെക്കോർഡ് ചെയ്യും. ഏതായാലും കാപ്പ കേസിനകത്ത് കിടന്നുകൊണ്ട് മറ്റു കേസിന് ജാമ്യം അവിടെ നിന്ന് കാപ്പ കേസിൽ കിടന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ജാമ്യത്തിന് പോകാൻ കോടതി കൊടുക്കാനുള്ള സാധ്യത കുറവാണ്. കാപ്പ കേസ് റിലീസായ ശേഷം മിക്കവാറും മറ്റു കേസിലേക്കും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തും. ഉള്ളതുകൊണ്ട് ആ കേസിലേക്കും റിമാൻഡിൽ കിടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് തന്നെയല്ല, 2019 2023 2 കേസുകളും 2025 കേസ് 26 കേസുകൾ, ഈ കേസിൻ്റെയൊക്കെ ട്രയൽ തുടങ്ങി. ഏതായാലും പോലീസ് കുറച്ചുകൂടെ ഉത്സാഹം കാണിച്ചു കഴിഞ്ഞാൽ ഈ കാപ്പ കേസ് ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇതിൻ്റെ എല്ലാം ട്രയൽ തുടങ്ങാം. ഏതായാലും പൊതുവായി എത്ര കേസുണ്ടോ അത്രയും കേസിൽ ട്രയൽ തീർക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വരും ദിവസങ്ങളിൽ സുഗതന് മോശമായ സമയം തന്നെയാണ്. കൗൺസിലറാണ്. ശിക്ഷയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കൗൺസിലറായി തന്നെ ആ ജയിലിൽ കിടക്കുന്ന കാലഘട്ടം പരിഗണിക്കാൻ സാധിക്കും. അതിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു കേസിനകത്ത് ശിക്ഷ വന്നാൽ തീർച്ചയായിട്ടും ആ കൗൺസിലർ സ്ഥാനം പോകും. ഇനി കാപ്പ കേസിലെ പ്രതി ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കൗൺസിലർ സ്ഥാനം പോകാം എന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് മറ്റ് നടപടികൾ പോലീസ് ചെയ്യുമെന്ന് കരുതുന്നു.